ഇനി നമ്മൾ കാണിക്കുന്നത് ഒരു കൂട്ടാനാണ്. പക്ഷേ ഈ കൂട്ടാൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് വളരെ ഹെൽത്തിയാണ്. എല്ലാ വെജിറ്റബിൾസും പരിപ്പും അതുപോലെ കുറച്ച് തേങ്ങ അരച്ചതും ഒക്കെ ഉള്ളതാണ്. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് തൈരിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ അസലായിരിക്കും. ഒന്നുമില്ലാതെ ഈ ഒരു കൂട്ട് മാത്രം കൂട്ടി നമുക്ക് ഊണ് കഴിക്കാൻ വേണ്ടി പറ്റും. ഇതൊന്നും അല്ലെങ്കിൽ വളരെ മൈൽഡ് ആയിട്ടുള്ളൊരു മസാലയും ലെസ് സ്പൈസി ആയിട്ടുള്ളൊരു കൂട്ടാനാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ബൗളിൽ നമുക്ക് ഡിന്നറൊക്കെ സ്കിപ്പ് ചെയ്യണ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒരു ബൗളിൽ നല്ല ചൂടോടെ കോരി എടുത്തിട്ട് സൂപ്പ് പോലെ വെറുതെ കഴിക്കാനും. അപ്പോൾ ഇതൊരു ബൗൾ കഴിച്ചാൽ മതി, നമുക്ക് പകരം ചോറൊക്കെ ഒഴിവാക്കാം. അത്രയും നല്ലതാണ്. കണ്ടോളൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് പച്ചക്കറികളുണ്ടോ അതെല്ലാം എടുക്കാം. അതുകൊണ്ടാണ് മിക്സഡ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ ഇങ്ങനെ ബാക്കി ഇരിക്കുന്നുണ്ടാവുമല്ലോ. ഇപ്പോൾ ചെറിയൊരു കഷ്ണം കടച്ചക്ക, ചെറിയൊരു കഷ്ണം ക്യാരറ്റ്, അതുപോലെ ക്യാബേജ്, ഇങ്ങനെ ബാക്കി ഇരിക്കണം. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കൂട്ടാനാണ്. നമ്മളിത് പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കണേ കേട്ടോ. അതുകൊണ്ട് പരിപ്പും കൂടി ഒരുമിച്ച് ചേർത്തിട്ടാണ് വേവിക്കണത്. അങ്ങനെ അല്ലാതെ നമുക്ക് ഉണ്ടാക്കാം. ഇപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒറ്റ വിസിലടിച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കണോണ്ടാണ് പരിപ്പ് ഒരുമിച്ച് ചേർത്ത് വേവിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് കഷ്ണങ്ങൾ വെന്തോടെയാണത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പരിപ്പ് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചോളൂ. 3 ടേബിൾ സ്പൂൺ അളവിൽ തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ ക്യാരറ്റ്, ഒരു ചെറിയ കഷ്ണം ക്യാബേജ്, കടച്ചക്കയുടെ ഒരു ചെറിയ കഷ്ണം, ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്. ശരിക്കും കൂട്ടിൽ ചേരാത്ത പച്ചക്കറികൾ ഇല്ല എന്നാ പറയാ. വെള്ളരിക്കയോ കുമ്പളങ്ങയോ മത്തങ്ങയോ എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് ഇതിൽ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2-3 വിസിൽ, പരിപ്പും കൂടി ഉള്ളതുകൊണ്ടാണ് വേവിച്ചെടുക്കുക. ഇനി അരയ്ക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഇല്ലാതെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. 1 ടീസ്പൂൺ അളവിൽ കടലപ്പരിപ്പ് എടുത്ത അതേ അളവിൽ 1 ടീസ്പൂൺ ഉഴുന്ന്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ മുഴുവൻ കുരുമുളക്, 2 വറ്റൽമുളക്, ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുഴുവൻ മല്ലി വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ, ഓപ്ഷണലാണ്. നിറം മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് വറവായിട്ടുണ്ട്. ഇത് വറുത്ത് അത്രയും തേങ്ങ വറക്കേണ്ട ആവശ്യമില്ല. തേങ്ങ ഒന്ന് ചൂടായാൽ മതി. അതുകൊണ്ട് അവസാനം 1 കൈപ്പിടി അളവിൽ തേങ്ങ ചിരകിയതും കൂടി ചേർക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് 1/2 മിനിറ്റ് ഒന്ന് തേങ്ങ ചൂടാക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്തിട്ട് ചൂടാറിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലോണം മിനുമിനാന്ന് അരച്ചെടുക്കുക. കഷ്ണവും പരിപ്പും നല്ല അസലായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് അരച്ച് വെച്ചതും കൂടി ചേർക്കണം. ഇത് കുറച്ചുകൂടി ചേർക്കാം. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് വറുത്തിടും കൂടി വേണം. നമ്മളിതിലേക്ക് വറുത്തിടണം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയിൽ ഒരു 1/2 ടീസ്പൂൺ കടുകാണ്, 2 തണ്ട് കറിവേപ്പില, അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി വറുത്തിടുക. അപ്പോൾ ഇതാണ് നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മിക്സഡ് വെജിറ്റബിൾ കൂട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കണം. പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം.